ഞാൻ ഈ വീഡിയോയിൽ എയ്റ്റിസം എന്താണ് എന്ന് പറയാൻ വന്നതാ. അല്ലാതെ മറ്റ് ദൈവങ്ങളെ മറ്റ് മതങ്ങളെ ഒന്നും കളിയാക്കാൻ വന്നതല്ല. നമുക്ക് പിന്നീട് കളിയാക്കാം, ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് എയ്റ്റിസ്റ്റ് ആവാനോ ഒന്നും പറയാൻ വന്നതല്ല. ഞാൻ കുറച്ച് എന്താണ് എയ്റ്റിസം, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. ഓക്കെ, കം ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് എയ്റ്റിസം ആൻഡ് ഇറ്റ്സ് പർപ്പസ്. According to Google, atheism is defined as the disbelief or lack of belief in the existence of God. അതായത് എയ്റ്റിസം എന്ന് പറയുന്നത് ഈ ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലായ്മയാണ്. കാരണം എവിഡൻസ് ഇല്ല, ചുമ്മാ കുറേ ഫാക്ട്സ് മിക്സ് മാത്രമേ ഉള്ളൂ. അതാണ് എയ്റ്റിസം. എക്സ്പെറ്റിസം, അതായത് നീ കണ്ടോന്നുള്ള കാര്യവും ഞാനും കാണണം, അവനും കാണണം, മറ്റവനും കാണണം. എവിഡൻസ് ആണ് വേണ്ടത്, തെളിവുകളാണ് വേണ്ടത്. അത് എയ്റ്റിസം ആയാലും സയൻസ് ആയാലും. ഓക്കെ, എൻ്റെ ഒരു POV പറയുവാണെങ്കിൽ എയ്റ്റിസം ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റിജക്റ്റിംഗ് ഗോഡ്, ബട്ട് അബൌട്ട് എംബ്രേസിങ് ദ കോംപ്ലക്സിറ്റി ആൻഡ് ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഈ എത്തിസ്റ്റുകാർക്ക് വിശ്വാസികളിൽ നിന്ന് വരുന്ന കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. കുറേ എന്ന് വെച്ചാൽ അറിയാവുന്ന ഒട്ടുമിക്കവരും ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എയ്ത്തിസ്റ്റുകൾ എയ്റ്റിസം എന്നൊരു റിലീജിയൻ പ്രൊമോട്ട് ചെയ്യാനല്ലേ? അയ്യോ, ഞങ്ങള് റിലീജിയൻ വേണ്ടാന്ന് നോക്കുക, എന്നിട്ടാണ് എയ്റ്റിസം എന്ന് പറഞ്ഞ റിലീജിയൻ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ടു ബാഡ് ക്വസ്റ്റ്യൻ അല്ലേ? എയ്റ്റിസം ഡസ് നോട്ട് ഹാവ് എ ഡോഗ്മ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണ്ടന്റോ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി പോലും. ഞങ്ങൾക്ക് കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിലീജിയൻസ്, ഒരു ടിപ്പിക്കൽ മതത്തിനുള്ള ഒരു കാര്യം പോകും. പിന്നെ കുറേ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, നിങ്ങൾ സാത്താനെ വർഷിപ്പ് ചെയ്യുന്നു. ബ്രോ, എയ്റ്റിസം ഈസ് അബൌട്ട് റിജക്റ്റിംഗ് ഓൾ ദാറ്റ് ഷിറ്റ് ഡിമെൻസ് ആൻഡ് ഗോഡ്. ഒരു ദൈവത്തെയും ഒരു പിശാചിനെയും ഞങ്ങൾക്ക് പേടിയുമില്ല, സപ്പോർട്ടും ചെയ്യില്ല, വർഷിപ്പും ചെയ്യത്തില്ല. ബിക്കോസ് ഞങ്ങൾക്ക് അതിൻ്റെ ബോധമുണ്ട്. ആൻഡ് വി ഡോണ്ട് ഹാവ് എനി എവിഡൻസ് അബൌട്ട് ദാറ്റ്. നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ, ഞങ്ങൾ വിശ്വസിക്കാം. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് തെളിവാണ് വേണ്ടത്. ഞങ്ങൾ ആകാശത്ത് ദൈവത്തിനെ കണ്ടെന്ന് പറയുന്നു, അത് ഞങ്ങളെയും കാണിക്കൂ, അവനെ കാണിക്കൂ, സയൻസിനെ കാണിക്കൂ ബ്രോ. ഹോ, ഞാൻ മലയാളം യൂട്യൂബേഴ്സ് അധികം തന്നെ കാണാത്തൊരു വേറൊരു സബ്ജക്റ്റാണ് എയ്റ്റിസത്തിൻ്റെ ഹിസ്റ്ററി. എന്ന് വെച്ചാൽ എയ്റ്റിസം പെട്ടെന്ന് അങ്ങോട്ട് പുട്ട് മുളച്ചൊന്നുമല്ല. എവല്യൂഷൻ കാണുമ്പോൾ പയ്യെ ഒരാളിൽ നിന്ന് തുടങ്ങി പയ്യെയാണ് വന്നത് ഓരോ ഫിലോസഫേഴ്സിനും. അതിൽ ആദ്യം ഹിസ്റ്ററിയിൽ മെൻഷൻ ചെയ്തെന്ന് പറയുന്നത് 500 BC സിനോഫസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് ഫിലോസഫർ ഉണ്ടല്ലോ. പുള്ളിക്കാരൻ ട്രഡീഷണൽ ഗ്രീക്ക് ദേവന്മാരെയും ദേവതകളെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അത് റോയൽ ഡിസ്കഷന് വരെ കാരണമായി. അന്നത്തെ റോം സാമ്രാജ്യത്തിലെയും ഗ്രീസിലെയും എല്ലാം കൊട്ടാരങ്ങൾ ഭയങ്കര ചർച്ചാ വിഷയ സംഭവം എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിയുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നൈസായിരുന്നു. കുതിരകൾക്കും പശുക്കൾക്കൊക്കെ വരയ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ അവരുടെ ദൈവങ്ങൾ അവരുടെ രൂപത്തിലായിരിക്കും. സത്യമല്ലേ? നമ്മളെ മനുഷ്യരെ പോലെ. കറക്റ്റാണ്. പുള്ളി പറഞ്ഞു സൂപ്പർ ഒരു ആർഗ്യുമെന്റ്. ആ ഒരു കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പുള്ളി ജീനിയസാണ്. ഇത് ഭയങ്കര സംഭവമായിരുന്നു ആ സമയത്ത്. കണ്ട ആള് ഇതേ ഇമ്പാക്റ്റ് എന്നോട് പറഞ്ഞ. ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി പറഞ്ഞാൽ ഭയങ്കര വെറുപ്പിലാവും ഗൈസ്. അതുകൊണ്ട്
ഞാൻ അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോയിലും അതിൻ്റെ അടുത്ത വീഡിയോയിലായിട്ടൊക്കെ പറഞ്ഞ് സെറ്റാക്കാം. പല ടോപ്പിക്ക് നമുക്ക് ഈ ചാനലോട് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം. നന്ദി, നമസ്കാരം.